എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1986 വന്നിട്ടുള്ള ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഡിസംബർ 24 വന്നിട്ടുള്ള ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UN റിലേറ്റഡ് ആയിട്ട് 1985 വന്നിട്ടുള്ള ഒരു റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ്. ഡിസംബർ 24 അതുകൊണ്ട് അതിനോടുള്ളൊരു ആദരസൂചകമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഡിസംബർ 24 എന്തായിട്ട് ആചരിക്കാറുണ്ട്, എന്തായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്? നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് എ ലോ passed by both the houses of parliament in 1986 to protect consumer rights. കൺസ്യൂമർ റൈറ്റ്സുകളെ, അതായത് ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സിൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് ഹൗസസിലും, പാർലമെൻറ്റിൻ്റെ രണ്ട് ഹൗസസിലും, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയെടുത്ത ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. The Consumer Protection Act of 1986 clearly defined consumer rights and established a separate judicial system in India for consumer protection. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിനർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളതാണ് ഈ പറഞ്ഞ വരികളിൽ പറയുന്നത്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പറയുന്നത്? ഒന്ന്, ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 ക്ലിയർലി ഡിഫൈൻഡ് ഇവിടെ മാർക്ക് ചെയ്യാം നമുക്ക്. ക്ലിയർലി ഡിഫൈൻ കൺസ്യൂമർ റൈറ്റ്സ്. ഒന്ന് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഒരു കൺസ്യൂമറിൻ്റെ റൈറ്റ്സ്, ഒരു കൺസ്യൂമറിന് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ നിയമമാണ്. അപ്പോൾ ഈ നിയമത്തിൽ പറയുന്ന അവകാശങ്ങളാണ് നമുക്കുള്ളത്. എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നിയമത്തിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ നമ്മളുടെ അവകാശങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, നിർവചിച്ചിരിക്കുന്നു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതായത് ഒരു കോടതി സെറ്റപ്പ് ഇന്ത്യയിൽ എന്തിനു വേണ്ടി മാത്രം? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ്, ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ഒരു കോടതി സെറ്റപ്പ് നമ്മളുടെ നാട്ടിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ നിയമം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ചെയ്തിട്ടുള്ളത്. ഒന്ന്, ക്ലിയർലി ഡിഫൈൻ കൺസ്യൂമർ റൈറ്റ്സ്. എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എവിടെയെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരം കേസുകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് എ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ഒരു പ്രത്യേക കോടതി സെറ്റപ്പ് ഇന്ത്യയിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു ഈ നിയമം. വിത്ത് ദ എമർജൻസ് ഓഫ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, a law to protect consumers in such areas has become imperative. It is against this backdrop that the Consumer Protection Act 2019 was enacted. അപ്പോൾ നമ്മുടെ 1986 പ്രകാരം നിയമമൊക്കെ വന്നെങ്കിൽ പോലും കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു വരവോട് കൂടിയിട്ട് പിന്നീട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് വന്നു, അല്ലേ? ഏതൊക്കെയാണ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ? ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, സ്വിഗ്ഗി, സൊമാറ്റോ, ഇങ്ങനെ നമുക്കിന്ന് ഒരുപാട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ വഴി നമുക്ക് സാധനങ്ങൾ, ഇന്ത്യയിൽ എവിടെയുള്ള സാധനങ്ങൾ വാങ്ങാം, അല്ലേ? അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് വിദേശത്തു നിന്നുള്ള സാധനങ്ങളടക്കം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വാങ്ങാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഇ-കൊമേഴ്സ്, നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അത് വന്നു, അതിൻ്റെ ഒരു സംഭവം വന്നു. ഈ 1986 നിയമം വരുന്ന സമയത്ത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീടാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വന്നത്. അപ്പോൾ എ ലോ ടു പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് ഇൻ സച്ച് ഏരിയാസ് ഹാസ് ബിക്കം ഇമ്പരേറ്റീവ്. അപ്പം കച്ചവടം അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് പറ്റിക്കപ്പെടുന്നത് എവിടെ മാത്രമല്ല, ഫിസിക്കൽ പ്ലാറ്റ്ഫോമുകളിൽ, ഫിസിക്കലായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ മാത്രമല്ല, ഓൺലൈനായിട്ട് ഇ-കൊമേഴ്സ് വഴി സാധനങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോഴും ഇതേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ സർവീസുകൾ ഇപ്പോൾ നമ്മൾ ഊബർ വഴിയൊക്കെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുന്നത് സർവീസ് ബുക്ക് ചെയ്യലാണ്. അപ്പോൾ
അത് എന്താണ്, ഇപ്പം എല്ലാവരും ഓൺലൈനിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പഴയ നിയമപ്രകാരം ഉള്ളത് അങ്ങനെ ചെയ്താൽ പോരാ, അത് കുറച്ചും കൂടെ വൈഡായി നമ്മുടെ ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഏരിയ വലുതായി. അതായത് അത്തരം ഏരിയകളിൽ കൂടി എന്ത് ചെയ്യേണ്ടി വന്നു, ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയി വന്നു. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദിസ് ബാക്ക് ഡ്രോപ്പ്. അപ്പോൾ അതെന്തായിരുന്നു, അപ്പോൾ ഈ പറഞ്ഞ 1986 നിയമം കൊണ്ട് മാത്രം അത് നടക്കില്ലായിരുന്നു. അതുകൊണ്ട് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വാസ് ഇനാക്റ്റഡ്. അപ്പം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പരിമിതികൾ, ലിമിറ്റേഷൻസ് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2019 വേറൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നു. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 1986 അതിൻ്റെ ലിമിറ്റേഷൻസാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൊണ്ടുവന്നു. ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 20 ജൂലൈ 2020, റീപ്ലേസിങ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതിനെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു അതിൻ്റെ ലിമിറ്റേഷൻസൊക്കെ മാറ്റി അതിനെ ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമം 20 ജൂലൈ 2020 വന്നു. ആ നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വന്നത് 2020 പിന്നെ എന്തുകൊണ്ടാണ് അതിനെ 2019 എന്ന് വിളിക്കുന്നത്? അതൊരു ഡൗട്ടായിരിക്കും. അത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമ്മളൊരു നിയമം ആദ്യം ബില്ലാണ് ഉണ്ടാവുക. ബില്ല് നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും ഏതെങ്കിലും ഒരു സഭയിൽ ആദ്യം ഒരു ബില്ല് അവതരിപ്പിക്കും ഏതെങ്കിലും ഒരു MP. എന്നിട്ട് അതിപ്പം ഫസ്റ്റ് ലോക്സഭയിലാണ് തീരുമാനിച്ചതെങ്കിൽ അതെന്ത് ചെയ്യും, ബില്ലാക്കിയതെങ്കിൽ അത് അവിടെ ചർച്ചയ്ക്കിടും. എന്നിട്ട് ആൾക്കാർ വോട്ട് ചെയ്യും, അവിടുത്തെ MP വോട്ട് ചെയ്യും. എന്നിട്ട് അത് അവിടെ പാസ്സായി കഴിഞ്ഞാൽ അത് നേരെ അടുത്ത സഭയിലേക്ക്, ഇപ്പം ലോക്സഭയിലാണ് ആദ്യം പാസ്സായതെങ്കിൽ പിന്നെ രാജ്യസഭയിലേക്ക് പോകും. അതല്ല രാജ്യസഭയിലാണ് അത് ആദ്യം ചർച്ചയ്ക്കിട്ടെങ്കിൽ അത് പിന്നീട് ലോക്സഭയിലേക്ക് വരും. അങ്ങനെ ഇത് രണ്ട് സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് എന്താവും, ഒരു നിയമമായിട്ട് വരും. ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ നടന്നത് 2019 അപ്പോൾ 2019 തന്നെ ആ ബില്ല് നിയമം ആയി. പക്ഷെ അത് പിന്നീടും അത് സമൂഹത്തിലേക്ക് അത് ഒരു എൻഫോഴ്സ് ചെയ്ത് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. അതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ ആ സമയത്ത് ആവുള്ളൂ. പിന്നീട് അത് കറക്റ്റ് നിയമം നടപ്പിലാക്കി തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും. അത് ഇപ്പോൾ 2019 ഈ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയി. 2020 ജൂലൈ 20 ആയപ്പോഴാണ് അത് കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ടാണ് 2020 വന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ നിയമങ്ങൾ 2019 തന്നെ പാസ്സായി. അപ്പോൾ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന് തന്നെയാണ് പറയുക. പക്ഷേ എന്നാലും ഡിസംബർ 24 തന്നെയാണ് കേട്ടോ നമ്മുടെ എപ്പോഴും നാഷണൽ കൺസ്യൂമർ ഡേ. അതിൽ മാറ്റമൊന്നുമില്ല. ദിസ് ആക്ട് എയിംസ് അറ്റ് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദെയർ റൈറ്റ്സ്. ഇത് എന്തിനാണ് ഈ ആക്ട് വന്നത്? നേരത്തെ പറഞ്ഞ അതേ എംപവറിംഗ് കൺസ്യൂമേഴ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, പിന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ റൈറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് ഈ നിയമത്തിനുള്ളത്? ഒന്ന്, എസ്റ്റാബ്ലിഷ്ഡ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA ടു പ്രൊട്ടക്ട് ആൻഡ് എൻഫോഴ്സ് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ 2019 ഈ നിയമം വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പുതിയ ഒരു അതോറിറ്റിക്ക് ഇവിടെ രൂപം കൊടുത്തു. അതാണ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു അതോറിറ്റിയാണ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. എന്തിനു വേണ്ടി CCPA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു? ടു പ്രൊട്ടക്ട് ആൻഡ് എൻഫോഴ്സ് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് നടപ്പിലാക്കാനും വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ഈ നിയമം പാസ്സാക്കി, അല്ലെങ്കിൽ ഈ നിയമം മൂലം നിലവിൽ വന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു CCPA എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ട് നമ്മുടെ കൺസ്യൂമേഴ്സിനൊക്കെ റൈറ്റ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിന് നടപ്പിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. കവേഴ്സ് റൂൾസ് ടു പ്രിവെൻറ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ബൈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്. 1986 എന്തുണ്ടായിരുന്നില്ല? ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഫ്ലിപ്കാർട്ട്, ആമസോണും മിന്ത്ര പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, അവിടെ നടക്കുന്ന ഈ പറ്റിപ്പ് കച്ചവടങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ തടയാനുള്ള റൂളുകൾ, നിയമങ്ങൾ പഴയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ അത് ഉൾപ്പെടുത്തി. ഹെൽപ്സ് ഇൻ സിംപ്ലിഫൈങ് ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രോസസ്സ്. നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ കൺസ്യൂമേഴ്സിന് പരാതികളുണ്ടെങ്കിൽ, തർക്കങ്ങളുണ്ടെങ്കിൽ, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് റെസൊല്യൂഷൻ പ്രോസസ്സ്, അതിൻ്റെ പരിഹാരം ഉണ്ടാക്കുന്ന പരിപാടികൾ വളരെ സിംപ്ലിഫൈ ചെയ്തു. നമുക്ക് സാധാരണ ഒരു കേസാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഈ കൺസ്യൂമർ റിലേറ്റഡ് അല്ലാത്തൊരു കേസാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു അടിപിടി കേസോ അങ്ങനെ എന്തെങ്കിലും ആയി എന്ന് വിചാരിച്ചോ. അപ്പോൾ അതാണെങ്കിൽ അതിലൊരു മയക്കുമരുന്ന് കേസിൽ പെട്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ
ആ കേസ് എന്ത് ചെയ്യണം, വക്കീലിനെ വെക്കണം, പിന്നെ നിങ്ങൾ ആ കേസ് വിളിക്കുന്ന സമയത്ത് പോകണം, പിന്നെ കേസ് മാറ്റി വെച്ച് ചിലപ്പോൾ വർഷങ്ങളെടുക്കും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ നിന്ന് ഊരി രക്ഷപ്പെട്ടു വരാൻ. അപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ ആ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു വെള്ളക്കടലാസിൽ പരാതി എഴുതി കൊടുത്തിട്ട് ഈ പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ്സ് ഫോർ പണിഷ്മെൻറ്റ് ഓഫ് ദോസ് ഹൂ മാനുഫാക്ചർ ഓർ സെൽ അഡൾട്ടേർഡ് കൗണ്ടർഫീറ്റ് ഗുഡ്സ്. അതായത് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്ന മാനുഫാക്ചേഴ്സിന്, അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അത് ഇത്തരം അഡൾട്രേറ്റ് കൗണ്ടർഫീറ്റ് ഗുഡ്സ്, അതായത് ഗുണമേന്മയില്ലാത്ത മായം ചേർത്ത, അഡൾട്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായം ചേർത്ത, കൗണ്ടർഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമേന്മയില്ലാത്ത, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെയും അത് ഉണ്ടാക്കുന്നവരെയൊക്കെ പണിഷ് ചെയ്യാനുള്ള നിയമങ്ങൾ ഇതിൽ കൊണ്ടുവന്നു, അവരെ ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. പ്രൊഹിബിറ്റ്സ് ദ ഡിസമിനേഷൻ ഓഫ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് പലതരത്തിലും നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്. അത്തരം പരസ്യങ്ങളൊക്കെ നിരോധിച്ചു. നമ്മളെ പലപ്പോഴും തെറ്റായി നയിക്കുന്ന, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, റിയൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ദുലേഖ പരസ്യം, ഇന്ദുലേഖ എന്ന് പറഞ്ഞ സോപ്പ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി ആയിരുന്നു അതിൻ്റെ സോപ്പിൽ അഭിനയിച്ചിരുന്നത്. അതിൽ പറയുന്നുണ്ട്, ഇന്ദുലേഖ ഉപയോഗിക്കൂ, സൗന്ദര്യം നിങ്ങളെ തേടി വരും. ഈ സോപ്പ് ഉപയോഗിച്ച് എനിക്ക് സൗന്ദര്യം വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ കേസിന് പോയി, അയാൾക്ക് 1,00,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അത് റിയലി നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമാണ്, സത്യമായിട്ടുണ്ടായ കാര്യമാണ്. അതിനർത്ഥം എന്താ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കൊടുക്കരുത്, വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട് അത്തരം പരസ്യങ്ങൾ വേണ്ട. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ, ഒരമ്മ, അവരെന്ത് ചെയ്തു, ഈ പറയുന്ന ഒരു കാറ് വാങ്ങി. ആ കാറിന് കമ്പനി പരസ്യത്തിലൊക്കെ പറയുന്ന മൈലേജ് ഒന്നുമില്ല. അവർ ആ കാറിനെതിരെ പരാതി കൊടുത്തു, അവർക്ക് നഷ്ടപരിഹാരം കിട്ടി. അപ്പോൾ ഇത്തരം മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റുകളെ തടയുക. ഗ്യാരണ്ടീസ് ദ റൈറ്റ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് ഇന്നതൊക്കെയാണ്, കൺസ്യൂമേഴ്സിന് ഈ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന നിയമങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങളിൽ പരാതിപ്പെടാം. ഇങ്ങനെ കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യിക്കാൻ വേണ്ടി കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കരിക്കുലം, അതായത് നിങ്ങളുടെ സിലബസിൽ, നിങ്ങളുടെ പാഠമായിട്ട് നിങ്ങളിത് പഠിക്കുന്നത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടുകയാണ് നിങ്ങൾക്ക്. ഇതുപോലെ ഇന്ത്യയിൽ എല്ലാവർക്കും കൺസ്യൂമർ എഡ്യൂക്കേഷൻ നേടാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. ആരും നിങ്ങളെ തടയില്ല. കാര്യം നമ്മളെല്ലാവരും വി ആർ ഓൾ കൺസ്യൂമേഴ്സ്. സോ നമുക്ക് എന്തുണ്ട്? റൈറ്റ് ഉണ്ട്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ നേടാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, there are other laws in place to protect the rights of consumers on specific issues. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അല്ലെങ്കിൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അത് മാത്രമല്ല, അതിന് പുറമെ there are other laws in place to protect the rights of consumers on specific issues. പ്രത്യേക പ്രശ്നങ്ങളിൽ പ്രത്യേക നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടുണ്ട്? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറെയും ചില നിയമങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഓരോ സ്പെസിഫിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ദ ഫുഡ് സേഫ്റ്റി ആക്ട് 2006, ഫുഡ് സേഫ്റ്റി ആക്ട് 2006 വന്നിട്ടുള്ള ഫുഡ് സേഫ്റ്റി ആക്ട് വാസ് ഇനാക്റ്റഡ് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്. അതായത് ഭക്ഷ്യവസ്തുക്കൾ, നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ക്വാളിറ്റി, ഫുഡ് ഐറ്റംസിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വന്ന ഒരു നിയമമാണ് ഫുഡ് സേഫ്റ്റി ആക്ട്. ഇതും നമ്മുടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഭക്ഷണ സാധനങ്ങൾ, പാക്ക്ഡ് ഐറ്റംസോ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഗുണമേന്മയില്ലാത്ത സാധനമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കേസിന് പോകാം. കാര്യം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് സേഫ്റ്റി ആക്ട് 2006 ഉണ്ട്. അപ്പോൾ ഇതും കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ 1986 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മാത്രമല്ല, സ്പെസിഫിക് വിഷയങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ആക്ട് ഫുഡ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. വി ആർ നൗ ഫെമിലിയർ വിത്ത് ലോസ് ദാറ്റ് പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്സ്. ലെറ്റ്സ് സീ ദ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമർ എൻഷുർഡ് ബൈ ദ ലോസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് മനസ്സിലാക്കി? ഈ പറയുന്ന കൺസ്യൂമർ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കൺസ്യൂമർ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ ഈ നിയമത്തിൽ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് റൈറ്റ്സുകളുണ്ട്, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കി. എന്തൊക്കെയാണ് റൈറ്റ് എന്ന് ആരാണ് പറയുന്നത്? നമ്മുടെ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു 4-5 റൈറ്റുകൾ, 5 ഇവിടെ 4-5 റൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? 5 അവകാശങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്താ പറയുന്നത്? ഒന്ന്, ക്ലിയർലി ഡിഫൈൻഡ് കൺസ്യൂമർ റൈറ്റ്സ്. ഏതൊക്കെയാണ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്ന് പറയുന്നു. പിന്നെ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം.
അപ്പോൾ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്ന അവകാശങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത് പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റിയാണ്. എന്താണ് സേഫ്റ്റി? നമുക്കെല്ലാവരും സുരക്ഷിതത്വം അല്ലേ? ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പോസ് എ ത്രെറ്റ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങുന്നത് വഴി നിങ്ങളുടെ ലൈഫിനോ നിങ്ങളുടെ പ്രോപ്പർട്ടിക്കോ നിങ്ങളുടെ സ്വത്തിനോ നിങ്ങളുടെ ജീവനോ ഒരിക്കലും അത് ഒരു ഭീഷണിയാവാൻ പാടില്ല. അതെന്താവാൻ പാടില്ല? അത്തരം പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പാടില്ല. മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുന്ന, മനുഷ്യന്മാരുടെ സാധനങ്ങൾ കേടാക്കുന്ന ഒരു സംഗതികളും നമ്മുടെ നാട്ടിൽ, ഒരു ഗുഡ്സും സർവീസും നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പാടില്ല. അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ലൈഫിനും പ്രോപ്പർട്ടിക്കും ഭീഷണിയാവുന്ന ഒരു സാധനവും വിൽക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റൈറ്റാണ്. റൈറ്റ് ടു ചൂസ് എന്താണ്? റൈറ്റ് ടു ചൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസ്. നമ്മുടെ നാട്ടിൽ നിന്ന് പല തരത്തിലുള്ള പ്രൈസുകളുണ്ട്. ഓരോ സാധനത്തിന് പല പ്രൈസുകളായിരിക്കും. പക്ഷേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. ഇന്ന പ്രൈസ് നമുക്ക് വില കൂടുതലാണെങ്കിൽ വേണ്ട, ഞാൻ വേറെ സാധനം വാങ്ങിക്കോളാം. അല്ല, നിങ്ങൾ ഇന്ന സാധനമേ വാങ്ങാൻ പാടൂ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് റൈറ്റ് ഉണ്ട്. എന്തിന്? ടു ചൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ്. നമുക്ക് ആവശ്യമുള്ള പ്രൈസിന്, അല്ലെങ്കിൽ നമുക്ക് പല പ്രൈസുകളുണ്ടായിരിക്കും, അതിൽ നമുക്ക് സൂട്ടബിളായ പ്രൈസിന് സാധനം വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ വാങ്ങുന്നില്ല എന്ന് വിചാരിക്കും. അല്ല, ഇതന്നെ വാങ്ങിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ സാധനത്തിന് ഇന്ന വില മാത്രമേ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. റൈറ്റ് ടു നോ ദ ക്വാളിറ്റി, അത് അടുത്താണ് റൈറ്റ് ടു നോ എന്ന് പറയുന്ന ഒരു അവകാശം. അപ്പോൾ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു നോ, റൈറ്റ്സ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇങ്ങനെ 5 ഇതാണ് പറയുന്നത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു നോ, റൈറ്റ്സ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇത്തരത്തിലുള്ള 5 അവകാശങ്ങളാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ 2 നമ്മൾ പറഞ്ഞു. ഇനി 3ാമത്തെ അവകാശം പറയുകയാണ് റൈറ്റ് ടു നോ. റൈറ്റ് ടു നോ ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമർ ഫ്രം അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അതായത് അതിൻ്റെ ഗുണനിലവാരം, അതിൻ്റെ ക്വാണ്ടിറ്റി, അത് എത്ര അളവിലുണ്ട്, അതിൻ്റെ പ്യൂരിറ്റി, അത് എത്രത്തോളം നല്ല സാധനമാണ്, അതിന് എത്രത്തോളം പരിശുദ്ധിയുണ്ട്, ആൻഡ് പ്രൈസ്, അതിൻ്റെ വില എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പുറത്ത് അത് എഴുതി വെച്ചിരിക്കണം. അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്യൂരിറ്റിയും അതിൻ്റെ പ്രൈസൊക്കെ എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഇതൊന്നും എഴുതി വെക്കാതെ, അല്ലെങ്കിൽ ഇതൊന്നും ചോദിക്കുമ്പോൾ പറഞ്ഞു തരാതെ ഒരു ആളും നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. അത്തരം അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകൾ, അങ്ങനെ രഹിതമായിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസുകൾ നമ്മുടെ നാട്ടിൽ നടത്താൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് ഈ നിയമം പറയുന്ന ഒരു കാര്യമാണ്. അടുത്താണ് റൈറ്റ്സ് ടു സീക്ക് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ടു സീക്ക് റിഡ്രസൽ ഫ്രം അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ ഈ തരത്തിൽ ഏതെങ്കിലും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസുകളിൽ നിന്ന്, അതായത് നമ്മളെ ഇത്തരത്തിൽ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസുകളിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾ ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അത് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കാതെ നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമുക്ക് പോയിട്ട് പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. എവിടെ? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേസിന് പോയിട്ട് നമുക്കതിന് വേണ്ട റിഡ്രസൽ, അതിന് വേണ്ട നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള അവകാശം. അല്ലാതെ നിങ്ങൾ പറ്റിക്കപ്പെട്ടു, കുഴപ്പമില്ല, സമാധാനമായിട്ട് വീട്ടിലിരിക്കുക, ഇനി അടുത്ത വട്ടം നോക്കാം എന്ന് പറഞ്ഞിരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പറ്റിക്കപ്പെട്ടാൽ കൃത്യമായിട്ട് അതിന് പരിഹാരം തേടാൻ നമ്മുടെ നിയമങ്ങളുണ്ട്, അതിന് സ്പെഷ്യൽ ജുഡീഷ്യറി സിസ്റ്റംസ് ഉണ്ട്, നമ്മളെ സഹായിക്കാൻ ഗവൺമെൻറ് ഉണ്ട്, പോലീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിഡ്രസൽ, അതായത് കൃത്യമായിട്ടുള്ള അതിന് വേണ്ട പരിഹാരം തേടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതാണ് റൈറ്റ്സ് ടു സീക്ക് റിഡ്രസൽ. ഈ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ അടുത്തൊരു റൈറ്റാണ്. എന്ത്? റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ദ റൈറ്റ് ടു അക്വയർ ദ നോളജ് ആൻഡ് സ്കിൽസ് ടു ബി ആൻ ഇൻഫോംഡ് കൺസ്യൂമർ. അതായത് ഈ ഒരു കൺസ്യൂമർ, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങും, സർവീസുകൾ വാങ്ങും. അപ്പോൾ നമുക്ക് ഒരുപാട് കൺസ്യൂമർ പ്രാക്ടീസുകളെ പറ്റിയിട്ട് അറിയണം, നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പറ്റി അറിയണം, നമുക്ക് ഇതിങ്ങനെ നമ്മൾ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ പോകണം, ഇതൊക്കെ നമുക്കറിയണം. എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് വളരെ എംപവേർഡായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിന് വേണ്ട നോളജുകൾ നമുക്ക് അക്വയർ ചെയ്തെടുക്കേണ്ടതുണ്ട്, നമുക്ക് നോളജുകൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ല അറിവുള്ള ഒരു കൺസ്യൂമറായിട്ട് നമ്മൾ മാറണം. അപ്പോൾ അതും ഒരു കൺസ്യൂമറിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ എഡ്യൂക്കേഷൻ
നമുക്ക് കിട്ടാനുള്ള റൈറ്റും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കിത് അവിടെ കിട്ടിയില്ലെങ്കിൽ അല്ലാത്ത മാർഗ്ഗങ്ങൾ വഴി നമ്മൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് നേടാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ. അത് നിങ്ങളാരും കൺസ്യൂമർ എഡ്യൂക്കേഷൻ നേടണ്ട, നിങ്ങൾക്കൊന്നും ഇത് വേണ്ട എന്ന് പറയാനുള്ള അവകാശം ഇവിടെ ആർക്കില്ല. നമ്മുടെ റൈറ്റാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പറയുന്ന 5 ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട 5 എന്താണ് റൈറ്റുകളാണ് നമ്മൾ കണ്ടത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു നോ, റൈറ്റ്സ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കൺസ്യൂമർ കോഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1986 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഒന്ന്, കൺസ്യൂമർ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. 2, എസ്റ്റാബ്ലിഷ്ഡ് എ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ അതിൽ കൺസ്യൂമർ റൈറ്റ്സ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കൺസ്യൂമർ റൈറ്റ്സ് നമ്മളിപ്പോൾ കണ്ടു, 5 എണ്ണം കണ്ടു. ഇനി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ കാര്യം ഒരു സ്പെഷ്യൽ ജുഡീഷ്യറി സിസ്റ്റമാണ്. അതാണ് കൺസ്യൂമർ കോഡ്സ് എന്ന് പറയുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച്.